ഹായ് ഹലോ. ഇന്ന് ലഞ്ച് മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 ഉണക്കമീൻ റെസിപ്പിയാണ് കേട്ടോ. അതിലൊന്ന് പയറും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് ഉണക്കമീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. ഉണക്കമീനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്രാവാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഉണക്കമീൻ കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായി അരയ്ക്കേണ്ട, ചെറിയൊരു രീതിയിൽ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഉണക്കമീൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ പോകണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് സ്രാവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയൊരു പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായയാണ്. ഞാനൊരു കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് കറിയിലേക്ക് കഷ്ണങ്ങളായിട്ട് വേണ്ടത്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ കറിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഇനി കറിവേപ്പിലയും കൂടെ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഉണക്കമീനായതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും. നന്നായി തിളക്കം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു നുള്ള് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ഒരുപാട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാവരുത് കറി, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് കറിയുടെ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കറി ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് പച്ചപ്പയറും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുള്ളി ചതച്ചതും ഉണക്കമുളക് ചതച്ചതും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുള്ളി ഒരു 1/4 കപ്പോളം എടുക്കാം. അതുപോലെ ചുവന്ന മുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചതച്ചത് എണ്ണ ചൂടായി വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും മുളകും നന്നായി മൂത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ച ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളറ് മാറി വരുന്ന സമയം വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ തേങ്ങാക്കൊത്തിനും ചെമ്മീനും പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. പയറൊന്ന് വാടി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഉണക്കച്ചെമ്മീൻ്റെ കളറൊക്കെ ഇപ്പോൾ മാറി ഒരു റെഡ് കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചപ്പയർ ചേർത്ത് കൊടുക്കാം. നമ്മളിത് മൂടി വെച്ച് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. പയർ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കാം. ചെറിയ തീയിലിരുന്ന് അത് കുക്കായി വന്നോളും. ചെമ്മീൻ്റെയും പയറിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ തേങ്ങാക്കൊത്ത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
ഇടയ്ക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഫോമിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇത് നമുക്ക് പച്ചച്ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് പച്ചമീനൊന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 2 സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമീൻ, പച്ചക്കായ, മാങ്ങാക്കറി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചപ്പയർ, ഉണക്കച്ചെമ്മീൻ ഡ്രൈ ആക്കിയത്, അതുപോലെ പച്ചമാന്തലാണ്, അത് ഫ്രൈ ചെയ്തതാണ്. അതിൻ്റെ റെസിപ്പി ഒന്നും സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണക്കമീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ആ മാങ്ങയുടെ പുളിയും അതിനോടൊപ്പം ആ പച്ചക്കായയുടെ ടേസ്റ്റും വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സജഷൻസും പറയണേ. ബൈ.